ഇത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ എക്സ്പെരിമെൻ്റാണ്. റെഡ്വുഡ് വിസ്കോമീറ്റർ. ഇതിൻ്റെ എയിം എന്താണ്? തന്നിരിക്കുന്ന ഓയിൽ സാമ്പിൾ അത് 20W40 SI 20W40 എൻജിൻ ഓയിൽ, അതിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റിയും അബ്സല്യൂട്ട് വിസ്കോസിറ്റിയും കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അപ്പാരറ്റസ് അതൊക്കെയാണ്. അപ്പാരറ്റസ് റെഡ്വുഡ് വിസ്കോമീറ്റർ, തെർമോമീറ്റർ, ഒരു മെഷറിംഗ് കപ്പ്, പോരാതെ ഒരു സ്റ്റോപ്പ് വാച്ച് കൂടെ വേണം. 4 അപ്പാരറ്റസ് ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ഇളക്കി മാറ്റുന്നു. ഇതിവിടുന്ന് ഇളക്കി മാറ്റുക. ഇതെടുക്കുന്നു. ഇതിൻ്റെ ക്യാപ്പ്, ഇതിൻ്റെ സ്റ്റെററാണ്. ഇതും മേപ്പോട്ട് പൊക്കി എടുക്കുന്നു. ഇതിനകത്ത് ചെറിയൊരു ദ്വാരമുണ്ട്. അതിൻ്റെ പേരാണ് ഓറിഫൈസ്. ഉണ്ട് ഈ കാണുന്ന കുഞ്ഞു ദ്വാരമാണ് ഓറിഫൈസ്. ഇതിനെ നമ്മൾ ഈ ബോൾ വാൽ വെച്ച് അടയ്ക്കുന്നു. അത് ഏകദേശം ഇതിനോട് ഏകദേശം ചേർന്നിരിക്കണം. എന്നാലേ നമുക്ക് ഈ കപ്പ് വെച്ച് ഇത് അടയ്ക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ തട്ടിമുട്ടി നിൽക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ ബോൾ വാൽവ് വെച്ചതിന് ശേഷം ഈ ഒരു ലെവൽ വരെ ഓയിൽ നിറയ്ക്കുക. ശേഷം ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഇത് രണ്ടും ക്ലോസ് ചെയ്യുക. ഇനി അതിൻ്റെ സ്റ്റിറർ വെച്ചു. ബോൾ വാൽവ് സ്റ്റക്കായിട്ടിരുന്നാണ്. സ്റ്റിറർ വെച്ചു. ലാസ്റ്റ് നമ്മുടെ ഈ തെർമോമീറ്റർ എവിടെ വെക്കണ്ടേ? തെർമോമീറ്റർ ഇങ്ങനെ വെക്കണം. തെർമോമീറ്റർ ഇവിടെ വെക്കണം. ഇത് ബോൾ വാൽവിന് ടോപ്പ്. ഇനി എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടത്, വെള്ളം നിറച്ചിട്ടുണ്ട്, ഹീറ്റർ ഓണാക്കുക. അവിടെ സ്വിച്ച് കുത്തി ഹീറ്റർ ഓണാക്കുക. നമുക്കൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ. ഇപ്പോൾ ഇവിടെ റൂം ടെമ്പറേച്ചർ, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പം കാണുന്നില്ല, കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നില്ല. ഇപ്പം ഏകദേശം റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി റൂം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന 60 ഡിഗ്രി സെറ്റ് ചെയ്യും. നമ്മുടെ ആവശ്യം 60 ഡിഗ്രിയാണ്. അപ്പോൾ ഹീറ്റർ ഓണാക്കി 60 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. 60 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞാൽ ഹീറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഈ ബോൾ വാൽവ് പൊക്കി മാറ്റി വെക്കുക. സെയിം ടൈമിൽ ഇവിടെ ഇങ്ങോട്ട് ഓയിൽ വീഴാൻ തുടങ്ങും. ആ സമയം സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 50 ml ഫസ്റ്റ് ലൈൻ 50 ml ഓയിൽ ഇതിനകത്ത് നിറയാൻ എത്ര സമയം വേണമെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പം അത് റെഡ്വുഡ് സെക്കൻഡ് എന്ന് നമ്മുടെ ടാബ്ലർ കോളത്തിൽ എഴുതുന്നതാണ്. അതായത് ഈ ബോൾ വാൽവ് പൊക്കെ ഉടനെ ഇതുവരെ നൂല് പോലിങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇവിടുന്ന് 50 ml എന്നറിയാൻ എത്ര സമയം വേണമെന്നാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒബ്സർവേഷനകത്ത് എന്തൊക്കെയുണ്ട്? ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറുണ്ട്. പിന്നെ ഉള്ളത് റൂം ടെമ്പറേച്ചർ ഉള്ളല്ലേ, ബാക്കിയെല്ലാം ടാബ്ലർ കോളത്തിൽ വരുന്നത്. റെഡ്വുഡ് സെക്കൻഡ് ടെമ്പറേച്ചർ, അതായത് 60 ഉദാഹരണം പറയുകയാണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ എത്ര ടൈം കൊണ്ടാണ് ഈ 50 ml നിറയുന്നത്, അതായത് റെഡ്വുഡ് സെക്കൻഡ്. ബാക്കി കാൽക്കുലേഷനകത്ത് വരും. ഇനി അടുത്ത ട്രയൽ എങ്ങനെ ചെയ്യും? അടുത്ത ട്രയൽ ചെയ്യാൻ വേണ്ടി ഒന്നിൽ ആ സ്വിച്ച് ഓഫ് ചെയ്ത് ഹീറ്റർ കംപ്ലീറ്റ് ഓഫ് ചെയ്യുക, ടെമ്പറേച്ചർ താക്കുക. അല്ലെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടുക. ഉദാഹരണത്തിന് 70, ഇതിൽ 60 70 ആക്കി. സെയിം പ്രൊസീജിയർ തന്നെ 70. ഇനി സെക്കൻഡ് ട്രയൽ എങ്ങനെ എടുക്കും? സെക്കൻഡ് ട്രയൽ എടുക്കുന്നത് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ എല്ലാം എടുത്ത് മാറ്റിയ ശേഷം ഈ ഓയിൽ തിരിച്ചൊഴിക്കുക. ഈ ഓയിൽ തിരിച്ച് നമ്മൾ ആദ്യം ചെയ്ത അതേ സെറ്റപ്പ് തന്നെ, ബോൾ വാൽവ് വെച്ച് തെർമോമീറ്റർ വെച്ച് എല്ലാം ചെയ്യുക. ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുക. 60 എന്നുള്ളത് 70 ആക്കുക. ശേഷം നമുക്കിപ്പോൾ 70 വേണ്ടെങ്കിൽ ഈ ബോൾ വാൽവ് വീണ്ടും എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ എങ്ങനെ എടുത്ത് മാറ്റും? ഇതിങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. ഇത് എടുത്ത് മാറ്റുന്നു, ബോൾ വാൽവ് ഇങ്ങനെ എടുത്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ ഓയിലിങ്ങനെ ഊറി ഇതുവഴി വരാൻ തുടങ്ങും. ആ ടൈം നോട്ട് ചെയ്യുക. അടുത്തത് 80 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് ഈ ഒരു റെഡ്വുഡ് വിസ്കോമീറ്റർ ചെയ്യുന്നത്.